ഹുദയെക്കുറിച്ചും ഇൽമിനെക്കുറിച്ചും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു മസലുമ ബഅതനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം. അറിവും ഹുദയും മായി അള്ളാഹു എന്നെ നിയോഗിച്ച എൻ്റെ ഉപമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. മനോഹരമായ ഉപമ. എന്താ എൻ്റെ ഉപമ? ഈ ഹുദ ഇൽമു എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഈ ദീനുള്ള സുഹൃത്തുക്കളെ, അതിനെ മഴയാണെന്നാ പറഞ്ഞത്. എന്താ മഴയാണെന്ന് പറയാൻ കാരണം? വെള്ളമില്ലെങ്കിൽ ഏതെങ്കിലും ചെടി ഉണ്ടാവുമോ ഭൂമി മുകളിൽ? വെള്ളമില്ലെങ്കിൽ ഏതെങ്കിലും ചെടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എൻ്റെ നിങ്ങളുടെയും ദീനും നന്മയും എല്ലാം നിലകൊള്ളുന്നത് ഈ ദീനോണ്ടാണ്. ഈ ഖുർആനെന്നും ഹദീസിനും കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചാണ് എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ നന്മയും. ഇവിടെ നിൽക്കുന്ന പൂക്കളും കായ്കളും ഇലകളും എല്ലാം വെള്ളമാണ് അതിൻ്റെ പിന്നിലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് എല്ലാ നന്മകൾക്ക് പിന്നിലും. ലോകത്ത് എന്തെല്ലാം നന്മയുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അള്ള പറഞ്ഞിട്ടുണ്ട്. അള്ള പറയാത്തൊരു കാര്യമുണ്ട്. അത് സ്വീകരിക്കാനുള്ള മനസ്സാ വേണ്ടത്. എന്നാൽ ചില നല്ല ഭൂമികളുണ്ട്, അവ വെള്ളം ആ മഴയെ സ്വീകരിക്കും, എന്നിട്ട് അതുകൊണ്ട് സസ്യങ്ങളെയും ചെടികളെയും മുളപ്പിക്കും. ഇൽമ് കിട്ടുക, അതനുസരിച്ച് ജീവിക്കുക. അതല്ലേ മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണ്, വെള്ളം വലിച്ചെടുക്കും, അതുകൊണ്ട് സസ്യങ്ങളെ മുളപ്പിക്കും. രണ്ടാമത്തെ എന്താണ്? മറ്റൊന്നുണ്ട്. അതെന്താ വെച്ചാൽ വെള്ളത്തെ സ്വീകരിക്കും. ഉറച്ച ഭൂമിയാണ്, അവിടെ വെള്ളം ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ വെള്ളം ആ ഭൂമിക്ക് ഉപകാരപ്പെടില്ല, കാരണം അവിടെ പാറയാണ്. എന്നാൽ ആ വെള്ളം പക്ഷികൾ കുടിക്കും, മൃഗങ്ങൾ കുടിക്കും, അവിടുന്ന് നനക്കാനെടുക്കും. ആ വെള്ളം മറ്റുള്ളവർക്ക് പോകും. അറിവ് കൊണ്ടൊരു ഉപകാരവും കിട്ടാത്ത കുറേ ആൾക്കാർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും ഉഷാറാണ്. അവനവൻ അതുകൊണ്ട് ഒരു കാര്യമില്ല. മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, ഖിആൻ. അതെന്താണ്? ചതുപ്പ്. അവിടെ മഴ പെയ്താൽ അവിടുന്ന് വെള്ളം ആർക്കോട്ട് കിട്ടൂല. ആ വെള്ളം ആ ചതുപ്പിൽ ഉപകാരപ്പെടുകയുമില്ല.